കേരളത്തിലെ മത്സ്യബന്ധന ബോട്ടുകളെ തമിഴ്നാട് ബോട്ടുകൾ കടലിൽ ആക്രമിച്ച് തകർത്തു. കൊല്ലം സ്വദേശികളുടെ 6 ബോട്ടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചത്. വിവരങ്ങളുമായി രാജ്കുമാർ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. രാജ്കുമാർ, എന്തായിരുന്നു സംഭവം? ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്നലെ വൈകിട്ട് 4 മണിക്ക്, അതായത് നീണ്ട ശക്തികുളങ്ങരയിൽ നിന്ന് 124 നോട്ടിക് മൈൽ അകലെയാണ് ഈ സംഭവം നടക്കുന്നത്. ഇവര് മത്സ്യബന്ധനം നടത്തിക്കൊണ്ടിരിക്കെ പൊടുന്നനെ മുട്ടം, തമിഴ്നാടിന്റെ മുട്ടം, അതുപോലെ കുളത്തിൽ സ്ഥലത്തു നിന്നുള്ള ഏതാണ്ട് 40ഓളം ബോട്ടുകൾ മത്സ്യത്തൊഴിലാളികൾ പൊടുന്നനെ വരികയും ഇവരെ വളഞ്ഞു. ഇവർക്ക് നേരെ ആദ്യം ഈ ഇരുമ്പ് ഉരുണ്ടകൾ പോലുള്ള സാധനങ്ങൾ വെച്ച് ഇവർക്ക് നേരെ ആദ്യം അറ്റാക്ക് ഉണ്ടായി. തുടർന്ന് ഇവരുടെ വലിയ യാനങ്ങൾ കൊണ്ടുവന്ന് ഈ ബോട്ടിലേക്ക് ഇടിച്ച് അതിന്റെ പല ഭാഗങ്ങളും തകർത്തു. ഇതിനിടെ ചില മത്സ്യത്തൊഴിലാളികൾ ഈ കേരളത്തിന്റെ മത്സ്യബന്ധന ബോട്ടുകളിലേക്ക് എരിച്ചു കയറുകയും അവർ കായികമായി അവരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പിന്നീടാണ് അവര് നൽകിയ ഒരു തിട്ടൂരം എന്ന് പറയുന്നത്, നീല ബോട്ടുകൾ ഒരു കാരണവശാലും ഈ ഭാഗത്തേക്ക് വരാൻ പാടില്ല എന്നാണ് അവരുടെ തിട്ടൂരം. അതായത് കേരളത്തിൽ നിന്നുള്ള മത്സ്യബന്ധനം അനുവദിക്കില്ല എന്നാണ് തമിഴ്നാട്ടിലെ അവർ പറയുന്നത്, അല്ലേ? അതെ, ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും ഫിഷിംഗ് നടത്താൻ, ഈ ലൈസൻസ് ഉള്ള ആർക്കും നടത്താൻ, അതായത് നമുക്ക് പെർമിറ്റ് ചെയ്തിട്ടുള്ള മേഖലയിലാണ് ഇവർ ഈ ഫിഷിംഗ് നടക്കുന്നത്. ആ മേഖലയിലാണ് പറയുന്നത് പ്രാദേശികവാദം ഉന്നയിച്ചുകൊണ്ട് ഇത് ഞങ്ങളുടെ പ്രദേശമാണ്, ഈ കടലിൽ വരാൻ പാടില്ലെന്ന്. എന്നാൽ അതേസമയം ഈ കുളച്ചലിലെയും മുട്ടത്തിലുമുള്ള ബോട്ടുകൾ പല സമയത്തും അവർക്കവിടെ കടൽ പ്രക്ഷുബ്ധമാവുന്ന സമയത്തും അവരെല്ലാം നങ്കൂരമിടുന്നത് ഈ കൊല്ലത്തെ പോർട്ടുകളിലും മറ്റുമാണ്. ആ സമയത്ത് മാത്രമല്ല, അവരത് മത്സ്യബന്ധനം നടത്തി ഇവിടെ വന്ന് മത്സ്യങ്ങൾ വിൽക്കാറുമുണ്ട്. ഇതെല്ലാം നിലനിൽക്കെയാണ് ഒരു സംഘം ഇങ്ങനെ പ്രവർത്തിച്ച് നിലവിൽ കേരളത്തിലെയും തമിഴ്നാട് തമ്മിലുള്ള നല്ല ബന്ധത്തെ വഷളാക്കാനും ശ്രമിക്കുന്നത്. തീർച്ചയായും തൊഴിലാളികൾ തമ്മിലുള്ള പ്രശ്നമാണ്. ഒരുപക്ഷെ കോംപ്രമൈസ് ചെയ്യാവുന്ന തരത്തിലേക്ക് ഉള്ള ഇടപെടലുകൾ ഒരുപക്ഷെ മത്സ്യത്തൊഴിലാളികളുടെ സംഘടനകളുടെ ഇടയിൽ രൂപപ്പെട്ടേക്കാം, അല്ലേ? ഇതുമായി ബന്ധപ്പെട്ട് അതിനെ സംബന്ധിച്ച് അവരത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ അടിയന്തരമായി ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ കേരളത്തിലെ മത്സ്യബന്ധന ബോട്ടുകൾ കേരളത്തിന്റെ സൈന്യം തന്നെയാണ്. അവർക്ക് അത് സ്വയം ആ പ്രശ്നം പരിഹരിക്കേണ്ടി വരും. പിന്നീട് തങ്ങളെ ആരും കുറ്റപ്പെടുത്തരുത് എന്നൊരു മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഇന്നൊരു ശക്തികുളങ്ങര ഹാർബറിലാണ് അല്പം മുമ്പ് ഈ ബോട്ടുകളെല്ലാം വന്നതും അതില് പരിക്കേറ്റവരെ നമ്മൾ നിൽക്കുമ്പോഴാണ് ആംബുലൻസിലേക്ക് കയറ്റി ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുപോയത്. അവരൊക്കെ വളരെ ഈ ക്ഷതമേറ്റിട്ടുണ്ട്. ശരീരമാകപാലം അവരുടെ ഇടിയിലും ഏറിലും മറ്റും ക്ഷതമേറ്റിട്ടുണ്ട്. ഈ 6 ബോട്ടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. മാത്രമല്ല, ദൃശ്യങ്ങളിൽ കാണാം ഈ മലയാളികളായ മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ പരിക്കാണ് ഏറ്റത്. കഴുത്തിനടക്കം പരിക്കേൽക്കുന്ന ദൃശ്യങ്ങൾ കാണാമല്ലോ രാജ്കുമാർ. അജിംഷാദ്, അവിടെ ഒരു തിരുത്തുണ്ട്. ഇത് മലയാളികളായ മത്സ്യത്തൊഴിലാളികളല്ല. ഈ ബോട്ടുകളിൽ ഇപ്പൊ പരിക്കേറ്റിരിക്കുന്നത് തമിഴ്നാട് സ്വദേശികളായ 3 പേരും ഒരാൾ ബംഗാളിയുമാണ്. അങ്ങനെയാണ് 4 പേർക്ക് പരിക്കേറ്റത്. ഈ തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന തമിഴ് മത്സ്യത്തൊഴിലാളികളെ ഈ ആക്രമിച്ചതും ഈ ബോട്ട് ഇടിച്ച് തകർക്കാനുള്ള ശ്രമം നടത്തി. അതിൽ ബോട്ടുകൾക്ക് ഭാഗികമായി തകരുകയും ചെയ്തു. ശരി രാജ്കുമാറാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.